എവരിവൺ, സെൻട്രിഫ്യൂഗൽ പമ്പിൻ്റെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ മൾട്ടി സ്റ്റേജ് സെൻട്രിഫ്യൂഗൽ പമ്പിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്തത്. രണ്ട് കേസുകൾ നമ്മൾ ഡിസ്കസ് ചെയ്തു, സീരീസ് കണക്റ്റഡ് ആൻഡ് പാരലൽ കണക്റ്റഡ്. ഈ ക്ലാസ്സിൽ നമ്മൾ സെൻട്രിഫ്യൂഗൽ പമ്പ് അതിൻ്റെ തന്നെ മൾട്ടി സ്റ്റേജ് കേസിൻ്റെ ഒരു പ്രോബ്ലമാണ് ഡിസ്കസ് ചെയ്യുന്നത്. പ്രോബ്ലം നോക്കാം. A three-stage centrifugal pump has impellers 40 cm in diameter and 2 cm wide at outlet. The vanes are curved back at the outlet at 45 degree and reduce the circumferential area by 10%. The manometric efficiency is 90% and the overall efficiency is 80%. Determine the head generated by the pump when running at 1000 rpm, delivering 50 liters per second. What should be the shaft horsepower? ഇവിടെ കാണാൻ പറഞ്ഞിട്ടുള്ളത് ഷാഫ്റ്റ് ഹോഴ്സ് പവർ ആണ്, അതായത് ഷാഫ്റ്റ് പവർ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ നമുക്ക് ഡാറ്റ ഒന്ന് എടുത്ത് എഴുതാം. ഗിവൺ വാല്യൂസിൽ ആദ്യം എഴുതേണ്ടത് നമ്പർ ഓഫ് സ്റ്റേജസ്. എ 3-stage സെൻട്രിഫ്യൂഗൽ പമ്പ് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് സ്മോൾ n ഇസ് ഈക്വൽ ടു 3 എന്ന് എഴുതാം. ഇനി നെക്സ്റ്റ് ഡാറ്റ തന്നിട്ടുള്ളത് ഡയമീറ്റർ ഓഫ് ദ ഇമ്പല്ലർ അറ്റ് ഔട്ട്ലെറ്റ്. അത് നമുക്ക് D2 എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. തന്നിട്ടുള്ള വാല്യൂ 40 സെൻറ്റിമീറ്റർ ഇസ് ഈക്വൽ ടു 0.4 മീറ്റർ. ദെൻ വിഡ്ത്ത് 2 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട് ഔട്ട്ലെറ്റിൽ, ദെർഫോർ represented by B2 ആണ്, is equal to 2 centimeter is equal to 0.02 meter. Then ഇവിടെ veins are curved back at outlet at 45 degree എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് വെയിൻ ആംഗിൾ അറ്റ് ഔട്ട്ലെറ്റ് ആണ്. ഔട്ട്ലെറ്റ് വെയിൻ ആംഗിളിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് 5 വെച്ചിട്ടാണ്. സോ 5 ഈക്വൽ ടു 45 ഡിഗ്രി. നെക്സ്റ്റ് സെൻറ്റൻസിൽ പറഞ്ഞിട്ടുണ്ട് റെഡ്യൂസ് ദ സർക്കംഫറൻഷ്യൽ ഏരിയ ബൈ 10%. അതായത് ഔട്ട്ലെറ്റ് ഏരിയയുടെ സർക്കംഫറൻഷ്യൽ ഏരിയ എന്ന് പറയുന്നത് റെഡ്യൂസ് ചെയ്യുന്നത് 10% ആണ്. 10% റിഡക്ഷൻ ഉണ്ടായിരിക്കും. അത് നമുക്ക് ഏരിയ ഓഫ് ഫ്ലോ അറ്റ് ഔട്ട്ലെറ്റ് കാണുമ്പോൾ നമുക്ക് ഫ്ലോ ഏരിയ അറ്റ് ഔട്ട്ലെറ്റ് എന്ന് പറയുന്നത് പെരിമീറ്റർ പൈ D2 ഇൻറ്റു വിഡ്ത്ത്. പൈ D2 ഇൻറ്റു B2 ആണ് ശരിക്കുള്ള ഔട്ട്ലെറ്റ് ഏരിയ. പക്ഷേ ഇവിടെ 10% റിഡക്ഷൻ ഉണ്ട്. അപ്പോൾ 90% മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. ഓക്കെ, അതാണ് ഈ 0.9 പൈ D2 B2 ഇൻറ്റു 0.9. ഇതിൽ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ D2ൻ്റെ B2ൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 0.0262 മീറ്റർ സ്ക്വയർ. ഇതാണ് ഏരിയ ഓഫ് ഫ്ലോ അറ്റ് ഔട്ട്ലെറ്റ്. നെക്സ്റ്റ് മാനോമെട്രിക് എഫിഷ്യൻസി തന്നിട്ടുള്ള വാല്യൂ എന്ന് പറയുന്നത് 90%, ഓവറോൾ എഫിഷ്യൻസി 80%. ഇത്രയുമാണ് തന്നിട്ടുള്ള ഡാറ്റ. ഒരു ഡാറ്റ കൂടി ഉണ്ട്, ഡിസ്ചാർജ് വാല്യൂ Q ഇസ് ഈക്വൽ ടു 50 ലിറ്റേഴ്സ് പെർ സെക്കൻഡ്. കൺവേർട്ട് ചെയ്ത് കഴിയുമ്പോൾ 0.05 മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ്. ഈ ലിറ്റർ പെർ സെക്കൻഡ് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കാര്യമുണ്ട്, ആലോചിച്ച് വെച്ചാൽ മതി. 1 മീറ്റർ ക്യൂബ് ആണെങ്കിൽ അത് 1000 ലിറ്റേഴ്സ് ആയിരിക്കും. ഓക്കെ, സോ 1 മീറ്റർ ക്യൂബ് ഇസ് ഈക്വൽ ടു 1000 ലിറ്റേഴ്സ്. അത് വെച്ചിട്ട് നമുക്ക് ഇത് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ദെർഫോർ 1 ലിറ്റർ ഇസ് ഈക്വൽ ടു 10⁻³ മീറ്റർ ക്യൂബ് ആയിരിക്കും. ഓക്കെ, ആ ഒരു കൺവേർഷൻ വെച്ചിട്ട് നമുക്ക് ലിറ്റർ പെർ സെക്കൻഡിനെ മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് ആയിട്ട് മാറ്റാം. ഇതിൽ ആദ്യം നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഫ്ലോ വെലോസിറ്റി അറ്റ് ഔട്ട്ലെറ്റ്, വെലോസിറ്റി ഓഫ് ഫ്ലോ അറ്റ് ഔട്ട്ലെറ്റ് VF2. VF2ൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് നമുക്ക് ഡിസ്ചാർജ് വാല്യൂ ഉണ്ട്. ഡിസ്ചാർജ് ഇസ് ഈക്വൽ ടു വെലോസിറ്റി ഇൻറ്റു ഏരിയ എന്നാണ്. അങ്ങനെയാണെങ്കിൽ വെലോസിറ്റി ഇസ് ഈക്വൽ ടു ഡിസ്ചാർജ് ബൈ ഏരിയ. ദെർഫോർ VF2 എന്ന് പറയുന്നത് ഡിസ്ചാർജ് ബൈ ഏരിയ ഓഫ് ഫ്ലോ. ഡിസ്ചാർജ് വാല്യൂ 0.05 നമ്മൾ കൺവേർട്ട് ചെയ്ത് കിട്ടിയ വാല്യൂ ഡിവൈഡ് ബൈ ഏരിയ ഓഫ് ഫ്ലോ, നേരത്തെ നമ്മൾ കണ്ടുപിടിച്ച വാല്യൂ ആണത്. സോ VF2 ഇസ് ഈക്വൽ ടു 2.21 മീറ്റർ പെർ സെക്കൻഡ്. നെക്സ്റ്റ് കണ്ടുപിടിക്കുന്നത് ടാൻജൻഷ്യൽ വെലോസിറ്റി ഓഫ് ഇമ്പല്ലർ അറ്റ് ഔട്ട്ലെറ്റ്. അത് U2 ആയിരിക്കും. ഓക്കെ, U2 ഇസ് ഈക്വൽ ടു പൈ D2N/60. ഇതിൽ നമുക്ക് എല്ലാ വാല്യൂസും തന്നിട്ടുണ്ട്. പൈ ഇൻറ്റു 0.4 D2ൻ്റെ വാല്യൂ ഇൻറ്റു N എന്ന് പറയുന്നത് 1000 ആണ് തന്നിട്ടുണ്ട്, ഡിവൈഡ് ബൈ 60. ദ വാല്യൂ വിൽ ബി 20.94 മീറ്റർ പെർ സെക്കൻഡ്. നൗ ഇനി നമ്മൾ വെലോസിറ്റി ട്രയാങ്കിൾ കൺസിഡർ ചെയ്യണം. ഇവിടെ വെലോസിറ്റി ട്രയാങ്കിൾസ് കാണിച്ചിട്ടുണ്ട്. ഇതിൽ ഔട്ട്ലെറ്റ് വെലോസിറ്റി ട്രയാങ്കിളിൽ നമുക്ക് tan phi കാണാം. ട്രിഗണോമെട്രിക് റിലേഷൻ നമ്മൾ യൂസ് ചെയ്തൊക്കെയാണ് tan phi. ഈ ട്രയാങ്കിളാണ് ഉദ്ദേശിക്കുന്നത്. ഈ ട്രയാങ്കിളിലെ tan phi എന്ന് പറഞ്ഞാൽ VF2 ട്രയാങ്കിളിൻ്റെ ഹൈറ്റ് ഡിവൈഡ് ബൈ ട്രയാങ്കിളിൻ്റെ ബേസ്. ഈ കാണിച്ചിരിക്കുന്ന ഡിസ്റ്റൻസ് ആണ്. ദെർഫോർ VF2 ഡിവൈഡ് ബൈ ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് U2. ഇത് മൊത്തത്തിൽ U2 വരും. U2 മൈനസ് VF2 ഡിവൈഡ് ബൈ U2 മൈനസ് VW2. അതാണ് ഈ കാണിച്ചിരിക്കുന്ന എക്സ്പ്രഷൻ.
Therefore അത് നമുക്ക് VW2 കാണാം. ബാക്കി എല്ലാ വാല്യൂസും ഗിവൺ വാല്യൂസ് ആണ്. Therefore VW2 is equal to വാല്യൂസ് എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 18.73 മീറ്റർ പെർ സെക്കൻഡ് എന്ന ആൻസർ കിട്ടും. നൗ ഇനി നമുക്ക് മാനോമെട്രിക് എഫിഷ്യൻസി തന്നിട്ടുണ്ട്. മാനോമെട്രിക് എഫിഷ്യൻസിയുടെ ഇക്വേഷൻ ഇങ്ങനെ വരിക, ഈറ്റ മാനോമെട്രിക് ഇസ് ഈക്വൽ ടു GHM/VW2U2. ഇതിൽ തന്നിട്ടുള്ള വാല്യൂസ് എല്ലാം നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. മാനോമെട്രിക് എഫിഷ്യൻസി വാല്യൂ 90% ആണ്. ആൻഡ് ഓൾസോ VW2 വാല്യൂ നമ്മൾ ഇവിടുന്ന് കണ്ടുപിടിച്ച വാല്യൂ 18.73 ആൻഡ് U2 വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് 20.94. ഇതിൽ നിന്ന് നമുക്ക് മാനോമെട്രിക് ഹെഡിൻ്റെ വാല്യൂ കിട്ടും. HM is equal to 35.98 meter. Okay. ഇനി using the equation for total head generated by the pump. Total head ഇത് ഒരു ഇമ്പല്ലർ ഉണ്ടാക്കുന്ന മാനോമെട്രിക് ഹെഡാണ്. ടോട്ടൽ ഹെഡ് ജനറേറ്റഡ് ബൈ പമ്പ് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ N ഇൻറ്റു HM. ഓക്കെ, സോ N ഇൻറ്റു HM ചെയ്തപ്പോൾ നമുക്ക് 107.94 മീറ്റർ എന്ന് കിട്ടി. ഒരു ഇമ്പല്ലർ ഉണ്ടാക്കുന്ന ഹെഡാണിത്. ഇവിടെ മൾട്ടി സ്റ്റേജ് ആയതുകൊണ്ട് 3 സ്റ്റേജ് പമ്പ് ആയതുകൊണ്ട് 3 ഇൻറ്റു മാനോമെട്രിക് ഹെഡ് ചെയ്യുമ്പോൾ ആണ് നമുക്ക് ടോട്ടൽ ഹെഡ് കിട്ടുക. ഇതാണ് ടോട്ടൽ ഹെഡ്. ആലോചിക്കണം, ഇത് സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോഴേ ഈ ഒരു കണ്ടീഷൻ വരിക. അതായത് ഹെഡ് ഇൻറ്റു നമ്പർ ഓഫ് സ്റ്റേജസ് ചെയ്യുന്ന സീരീസ് കണക്റ്റഡ് കേസിലായിരിക്കും. ഓക്കെ, therefore power output of the pump is equal to weight of the water lifted into total head by 1000, that is rho GQ into HM. ഇവിടുത്തെ ഈ HM എന്ന് പറയുന്നത് ടോട്ടൽ ഹെഡ് ആണ്. rho GQ into ടോട്ടൽ ഹെഡ് ആണ് ഡിവൈഡ് ബൈ 1000. വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഡിസ്ചാർജിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. കിട്ടിയ വാല്യൂ എന്ന് പറയുന്നത് 52.94 കിലോ വാട്ട്. ഇതിപ്പോൾ ഫൈനൽ ആൻസർ ആയിട്ടില്ല. നമുക്ക് ഇനി ഒരു ഓവറോൾ എഫിഷ്യൻസി തന്നിട്ടുണ്ട്. ഈ ഓവറോൾ എഫിഷ്യൻസിയുടെ വാല്യൂ വെച്ചിട്ട് നമുക്ക് ഷാഫ്റ്റ് പവർ കണ്ടുപിടിക്കാം. ഇതാണ് ഓവറോൾ എഫിഷ്യൻസിയുടെ ഇക്വേഷൻ. ഓവറോൾ എഫിഷ്യൻസി ഇസ് ഈക്വൽ ടു പവർ ഔട്ട്പുട്ട് ഓഫ് ദ പമ്പ് ഡിവൈഡഡ് ബൈ പവർ ഇൻപുട്ട് ടു ദി പമ്പ്. ഇതിൽ ഈ പവർ ഇൻപുട്ട് ആണ് നമ്മുടെ ഷാഫ്റ്റ് പവർ. ഈ പവർ ഔട്ട്പുട്ട് എന്ന് പറയുന്നതാണ് നമ്മൾ തൊട്ട് മുൻപത്തെ സ്റ്റെപ്പിൽ കണ്ടുപിടിച്ചിട്ടുള്ള 52.94 കിലോ വാട്ട്. Therefore overall efficiency is equal to 52.94 divided by shaft power. So തന്നിട്ടുള്ള ഓവറോൾ എഫിഷ്യൻസി വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമ്മുടെ ഫൈനൽ ആൻസർ ഷാഫ്റ്റ് പവർ ഇസ് ഈക്വൽ ടു 52.94 divided by eta 0 is equal to 66.175 kilowatts. ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് സ്പെസിഫിക് സ്പീഡ് ഓഫ് എ സെൻട്രിഫ്യൂഗൽ പമ്പ്. ഇത് നമ്മൾ ഓൾറെഡി ഇമ്പല്ലർ സ്പീഡ് N RPM യൂണിറ്റ് വരുന്ന N എന്ന് പറഞ്ഞ സ്പീഡിനെ പറ്റി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സ്പെസിഫിക് സ്പീഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് എ സ്പീഡ് ഓഫ് എ ജോമെട്രിക്കലി സിമിലർ പമ്പ്. നമ്മുടെ കയ്യിലുള്ള പമ്പിനോട് ജോമെട്രിക്കലി സിമിലർ ആയിട്ടുള്ള മറ്റൊരു പമ്പ് ഉണ്ട്. പക്ഷേ ആ പമ്പിന് ഒരു കണ്ടീഷൻ ഉണ്ട്, ഇറ്റ് വിൽ ഡെലിവർ യൂണിറ്റ് ക്വാണ്ടിറ്റി അഗെൻസ്റ്റ് എ യൂണിറ്റ് ഹെഡ്. അത് ഒരു യൂണിറ്റ് ക്വാണ്ടിറ്റി, അതായത് ഒരു 1 മീറ്റർ ക്യൂബ് ലിക്വിഡാണ് പെർ സെക്കൻഡിൽ ഡെലിവർ ചെയ്യുക അഗെയിൻസ്റ്റ് എ യൂണിറ്റ് ഹെഡ്. അതിൻ്റെ ഹെഡ് 1 മീറ്റർ ആയിരിക്കും. 1 മീറ്റർ ഹെഡ് വെച്ചിട്ട് 1 മീറ്റർ ക്യൂബ് ലിക്വിഡ് പെർ സെക്കൻഡിൽ ഡെലിവർ ചെയ്യുന്ന ഒരു ജോമെട്രിക്കലി സിമിലർ പമ്പ്. ആ പമ്പിൻ്റെ സ്പീഡിനെയാണ് നമ്മൾ സ്പെസിഫിക് സ്പീഡ് എന്ന് പറയും. ഓക്കെ, ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ NS, N സഫിക്സ് S. ഇനി ഇതെന്തിനാണ് യൂസ് ചെയ്യുന്നുള്ള, സ്പെസിഫിക് സ്പീഡ് ഇസ് എ ക്യാരക്ടറിസ്റ്റിക് ഓഫ് പമ്പ്സ് വിച്ച് ക്യാൻ ബി യൂസ്ഡ് ആസ് എ ബേസിസ് ഫോർ കമ്പയറിംഗ് ദ പെർഫോമൻസ് ഓഫ് ഡിഫറെൻറ്റ് പമ്പ്സ്. ഡിഫറെൻറ്റ് പമ്പുകൾ എടുത്താൽ അതിൻ്റെ പെർഫോമൻസുകൾ നമുക്ക് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്പെസിഫിക് സ്പീഡ് യൂസ് ചെയ്യുക. ഓക്കെ, ഈ സ്പെസിഫിക് സ്പീഡിൻ്റെ എക്സ്പ്രഷൻ നമ്മൾ ഡിറൈവ് ചെയ്യണം. അതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. നോക്കാം, നമുക്കതിൻ്റെ എക്സ്പ്രഷൻ ഒന്ന് ഡിറൈവ് ചെയ്യാം. ഫസ്റ്റ്, ദ ഡിസ്ചാർജ് ക്യൂ ഓഫ് എ സെൻട്രിഫ്യൂഗൽ പമ്പ് ഇസ് ഈക്വൽ ടു ഏരിയ ഇൻറ്റു വെലോസിറ്റി ഓഫ് ഫ്ലോ. നമുക്കറിയാം ഇതിൽ ഏരിയ എന്ന് പറയുന്നത് പൈ ഡി ഇൻറ്റു ബി ആണ്. അതായത് പെരിമീറ്റർ ഇൻറ്റു വിഡ്ത്ത് ഓഫ് ദ ഇമ്പല്ലർ. പൈ ഡി ഇൻറ്റു ബി ഇൻറ്റു വെലോസിറ്റി ഓഫ് ഫ്ലോ എന്ന് പറയുന്നത് VF ആണ്. നൗ ഇറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പൈ എന്ന് പറയുന്ന കോൺസ്റ്റന്റ് ആയതുകൊണ്ട് ഒരു പ്രൊപ്പോർഷണാലിറ്റി കൊടുക്കുകയാണ് ഇവിടെ. ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഡി ഇൻറ്റു ബി ഇൻറ്റു VF. Now D is the diameter of the impeller and B is the width of the impeller, and we know that
വിഡ്ത്ത് ഓഫ് ദ ഇമ്പല്ലർ ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഡയമീറ്റർ. അതായത് ഒരു ഇമ്പല്ലറിൻ്റെ ഡയമീറ്റർ കൂടുന്തോറും അതിൻ്റെ വിഡ്ത്തും കൂടും. അപ്പം നേരെ തിരിച്ചും പറയാം, വിഡ്ത്ത് കൂടിയാൽ ഡയമീറ്റർ കൂടും. അങ്ങനെയാണെങ്കിൽ ബി ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഡി എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ക്യൂവിന് നമ്മളിവിടെ ഒരു പ്രൊപ്പോർഷണാലിറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു, അത് ചേഞ്ച് ചെയ്യാം. ഈ ബിക്ക് ഇവിടെ ഡി കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ this expression will change like this: q is directly proportional to d square into vf. Okay, we also know that the tangential velocity is given by u is equal to pi dn by 60. So it is directly proportional to dn. Pi ഉം 60 ഒക്കെ കോൺസ്റ്റന്റ് ആയതുകൊണ്ട്. Now the tangential velocity u and velocity of flow vf, they are related to manometric head hm. യുവും വി എഫും മാനോമെട്രിക് ഹെഡിനോട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു എക്സ്പ്രഷനാണ് കാണിച്ചിട്ടുള്ളത്. നമുക്ക് ഓൾറെഡി അറിയാം, വി വെലോസിറ്റി ഈസ് ഈക്വൽ ടു √2gh എന്നൊക്കെയുള്ള ഒരു എക്സ്പ്രഷൻ നമ്മൾ മുമ്പ് ടർബൈൻ്റെ കേസിലൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ ആ ഒരു ഇക്വേഷൻ വെച്ച് കണക്കിലെടുക്കുമ്പോൾ നമുക്ക് യു ടാൻജൻഷ്യൽ വെലോസിറ്റിനും ഫ്ലോ വെലോസിറ്റിനും √hm ആയിട്ട് ഡയറക്ട്ലി പ്രൊപ്പോർഷനേറ്റ് ആക്കാൻ പറ്റും. ഓക്കെ, സബ്സ്റ്റിറ്റ്യൂട്ടിങ് ദ വാല്യൂ ഓഫ് യു, ഈ യുവിനുള്ള വാല്യൂ നമ്മൾ ഈ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകണം. യു ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഡി എൻ. നമ്മൾ നേരത്തെ ഇവിടെ തൊട്ട് മുൻപത്തെ പേജിൽ നമ്മൾ ഡിറൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിലേക്ക് യു ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു √hm സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. Therefore √hm is directly proportional to dn. Therefore d is directly proportional to √hm by n. ഈ n-നെ പുറത്തോട്ട് ഓടുന്നു. ഇനി d അതായത് q is directly proportional to d square into vf. നമ്മൾ മുൻപത്തെ സ്റ്റെപ്പുകളിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൽ ഡി സ്ക്വയറിൽ ഡിക്ക് നമ്മൾ ഈ എക്സ്പ്രഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. Therefore q is directly proportional to hm by n square. √hm by n-ന്റെ സ്ക്വയർ ആണിത്, hm by n square into vf. Now vf is also directly proportional to √hm. അപ്പോൾ അതും ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. Now this is directly proportional to, ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ hm raised to 3/2 by n square. കോൺസ്റ്റന്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി k കൊടുത്താൽ q is equal to k into hm raised to 3/2 by n square. Now ഈ kയുടെ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് hm-ന്റെ വാല്യൂ 1 കൊടുത്തു. ഇഫ് ഹെഡ് is 1 meter ആൻഡ് ഡിസ്ചാർജ് is 1 meter cube per second. നമ്മൾ സ്പെസിഫിക് സ്പീഡിൻ്റെ ഡെഫിനിഷൻ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഹെഡ് 1 മീറ്ററും ഡിസ്ചാർജ് 1 meter cube per second ആണെങ്കിൽ ആ ജോമെട്രിക്കലി ഐഡൻറ്റിക്കൽ പമ്പിൻ്റെ സ്പീഡായിരിക്കും സ്പെസിഫിക് സ്പീഡ്. ഇപ്പം അങ്ങനെയാണെങ്കിൽ n is equal to ns. Therefore ഈ വാല്യൂസ് നമുക്ക് നമ്മുടെ തൊട്ട് മുൻപത്തെ ഇക്വേഷനിൽ നമ്മൾ ഡിറൈവ് ചെയ്ത ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. Therefore q is equal to k into hm raised to 3/2 by n square. ഈ ഇക്വേഷനിലേക്കാണ് we get 1 is equal to, അതായത് q is equal to 1 is equal to k into hm 1 കിട്ടും, 1 ആണ് കൊടുക്കുന്നത്, 1 raised to 3/2 by n square. Okay, therefore k is equal to n square. ഇതാണ് k കോൺസ്റ്റന്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റിയുടെ വാല്യൂ. നൗ ഈ വാല്യൂ നമ്മൾ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ q is equal to k into hm raised to 3/2 by n square സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ q is equal to n square hm raised to 3/2 by n square. ഇതിൽ നിന്ന് n square നമ്മൾ പുറത്തോട്ട് മാറ്റി എഴുതി, ഇതിൽ നിന്ന് ns-ന്റെ വാല്യൂ എക്സ്പ്രഷൻ നമ്മൾ കണ്ടുപിടിക്കുന്നു. ns is equal to n root q by hm raised to 3/4. സിംപ്ലിഫൈഡ് ഫോമാണ്. ഇതാണ് നമ്മുടെ ഫൈനൽ ഇക്വേഷൻ. സ്പെസിഫിക് സ്പീഡ് ഇൻ ദ കേസ് ഓഫ് എ സെൻട്രിഫ്യൂഗൽ പമ്പ്. ഈ ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ സെൻട്രിഫ്യൂഗൽ പമ്പിൻ്റെ പെർഫോമൻസ് ഒക്കെ കമ്പയർ ചെയ്യുക. ഡിഫറെൻറ്റ് പമ്പുകളുണ്ടെങ്കിൽ അതിൻ്റെ എല്ലാ പെർഫോമൻസുകളും കാര്യങ്ങളെല്ലാം കമ്പയർ ചെയ്യുന്നത് ഈ ഒരു നമ്പർ വെച്ചിട്ടായിരിക്കും. ഓക്കെ, ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു പ്രോബ്ലം ഉണ്ട്, അത് നമ്മൾ അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.